സ്കൂളിൽ പോകാൻ എഴുന്നേൽക്കുന്ന കുട്ടി കാണുന്നത് കാലിക്കുപ്പിയിൽ കുറച്ച് ബാക്കിയുള്ള ആ മദ്യമാണ്. കുട്ടി എന്താണെന്ന് അറിയാതെ രുചിച്ചു നോക്കുന്നു. ആ കുട്ടി മദ്യപാനിയായ കഥ പല സ്കൂളുകളിലും പോയാൽ കുട്ടികൾ പറയും. മദ്യപാനികളായ സ്കൂൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ മദ്യപാനികളാണ്. പണ്ട് കോളേജ് കഴിഞ്ഞാലാണ് മദ്യപിക്കുകയെങ്കിൽ ഇന്ന് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ മദ്യപാനികളാണെങ്കിൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ലെങ്കിൽ നാം വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം വളർന്നു വരുന്ന തലമുറ എന്ന നിലക്ക് നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥാവിശേഷം വരുമ്പോൾ ഗൗരവമായി ചിന്തിക്കാൻ നാം ഇനിയും സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രാവിലെ ജോലിക്ക് പോകുന്ന ബാപ്പ വൈകി വരുമ്പോൾ കുട്ടികൾ ഉറങ്ങിയിരിക്കും. രാവിലെ പോകുമ്പോൾ ഒരുപക്ഷെ കുട്ടികൾ എഴുന്നേറ്റുണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടികൾ എഴുന്നേറ്റ് സ്കൂളിൽ പോയിട്ടുണ്ടാകും. മക്കളെ കാണുന്നതും മക്കളോട് സമയം ചെലവഴിക്കാനും അല്പം മാത്രം സമയം കിട്ടുന്ന രക്ഷിതാക്കൾ ചിന്തിക്കണം. നിങ്ങളുടെ മക്കൾ വളരുമ്പോൾ നിങ്ങൾക്ക് സ്നേഹം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പ്രായമാകുമ്പോൾ ഇപ്പോൾ അന്യനാണെന്ന് പോലെ കരുതിക്കൊണ്ട് ഉമ്മയും ബാപ്പയും തിരിഞ്ഞു നോക്കാത്ത മക്കളുണ്ടെങ്കിൽ ഒരുപക്ഷെ ചരിത്രപരമായി പിന്നോട്ട് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ ചെറുപ്പത്തിൽ സ്നേഹം കൊടുത്തിട്ടുണ്ടാവില്ല. സ്നേഹം കൊടുക്കാൻ മറന്നുപോയോ സമയം കിട്ടാതെ പോയോ ചെയ്ത കുട്ടികൾ വളരുമ്പോൾ തിരിച്ച് സ്നേഹം നൽകാൻ അവർ ബാധ്യത ഉണ്ടാവുന്നില്ല. സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ. ആ സ്നേഹം കൊടുക്കാൻ നമുക്ക് കഴിയണം. കുട്ടികളെ ശകാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുട്ടികളെ നിങ്ങളുടെ മക്കളാണെങ്കിലും നിങ്ങൾ ദേഷ്യം പിടിച്ചവർ ചീത്ത പറഞ്ഞാൽ കുട്ടികളിൽ അറിയാതെ ഒരു പ്രതികാര ദാഹമുണ്ടാവും. ആ പ്രതികാര ദാഹം ബാപ്പയോടാകാം. ഉമ്മയെ ഭാര്യയെ മറ്റുള്ള മുമ്പിൽ ചീത്ത പറയുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് മങ്ങലേൽക്കുന്നു. ആ സഹോദരിയെ അയൽവക്കക്കാരൻ വന്ന് പുകഴ്ത്തുമ്പോ അവൾക്കറിയാതെ അവനോട് അനുരാഗം തോന്നുകയാണ്. ആ അനുരാഗമാണ് പല പ്രവണതയിലേക്കും പോകുന്നത്, ഒളിച്ചോട്ടത്തിലേക്ക് നയിക്കുന്നത്. ഭർത്താവിൽ നിന്ന് ആവശ്യമായ സ്നേഹം കിട്ടാതെ പോകുന്നു, മക്കൾക്ക് ബാപ്പയിൽ നിന്ന് സ്നേഹം കിട്ടാതെ പോകുന്നു, ഉമ്മയ്ക്ക് മക്കളിൽ നിന്നും സ്നേഹം കിട്ടാതെ പോകുന്നു, മക്കൾക്ക് ഉമ്മയിൽ നിന്നും സ്നേഹം കിട്ടാതെ പോകുന്നു. ഭാര്യ ഭർത്തൃ ബന്ധം തകരുന്നു, മക്കളും ഉപ്പയും നമ്മുടെ ബന്ധം തകരുന്നു, മക്കളും ഉമ്മയും നമ്മുടെ ബന്ധം തകരുന്നു, പെൺകുട്ടികളും ഉമ്മയും നമ്മുടെ ബന്ധം തകരുന്നു. ഇങ്ങനെ തകരുന്നിടത്താണ് കുടുംബ ബന്ധം ശിഥിലമാകുന്ന ആരംഭം കുറിക്കുന്നത്. ഇങ്ങനെ ശിഥിലമാകുന്ന കാരണം നിങ്ങൾ പിന്നോട്ട് അന്വേഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. നിങ്ങൾ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനും ഇഷ്ടം പോലെ ധരിക്കാനുള്ള വസ്ത്രം കൊടുത്തത് മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു സാധനമുണ്ട്, സ്നേഹം. ആ സ്നേഹം നിങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സ്നേഹം കൊടുക്കുന്നു എന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം. ഭാര്യമാരെ സ്നേഹിക്കുന്നുവെങ്കിൽ, മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്ക് അവനോട് സ്നേഹമുണ്ട്, എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞാൽ പോരാ. സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ ആ കുടുംബത്തിന് ശിഥിലമുണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ഒരുപാട് കൗൺസിലിംഗ് നടന്നപ്പോൾ വെളിവാക്കപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും ഭാര്യമാരോട് സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷേ അത് നിങ്ങൾ പ്രകടമാക്കുന്നില്ല. പ്രകടമാക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. ഇതിപ്പോൾ ആഖിറത്തിൽ പോയി നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട കാര്യമല്ല. മറിച്ച് കമിതാക്കൾ ചെയ്യുന്നത്, പ്രേമിക്കുന്നവർ ചെയ്യുന്നത്, പ്രണയത്തിൽ ചെയ്യുന്നവർ അവർ പരസ്യമായി പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഓരോ അവയവങ്ങളും വർണ്ണിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ഈ കേൾക്കുന്ന സാധു വിചാരിക്കുന്നു, ഈ സഹോദരി വിചാരിക്കുന്നു ഇവൻ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞ് അവന്റെ ചാക്കിൽ വീണു പോകുന്നു. അവർ കുടുംബനാഥയാണെങ്കിലും അവർ ഒളിച്ചോടി പോകുന്നു. ഒളിച്ചോടിപ്പോയി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ ഉപേക്ഷിച്ച് അവന്റെ പാട്ടിന് പോകുന്നു. പക്ഷേ കുടുംബനാഥ എന്ന നിലക്ക് അവരെ തിരിച്ചെടുക്കാൻ മക്കളുള്ളതുകൊണ്ട് എനിക്ക് കുടുംബബന്ധവുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല, ആരും അറിയേണ്ട, നമുക്ക് ഇനിയും ഒന്നിച്ചു പോകാമെന്ന് പറയാൻ നിർബന്ധിതമായിത്തീരുന്ന അവസ്ഥയിൽ ഒരു കൃത്രിമ ബന്ധം അവിടെ വീണ്ടും ആരംഭിക്കുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, സ്നേഹം കൊടുക്കേണ്ടത് കൊടുക്കണം, ഇതേക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ഒരുമയെ പോലെയോ സംഘടനകൾ കുടുംബത്തിലെ ആളുകളെ വിളിച്ചുകൂട്ടി കുടുംബ ബന്ധം ശിഥിലമാകുന്നവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം, ആവശ്യമായ ഉപദേശം കൊടുക്കണം. ഇസ്ലാമിക സംസ്കാരം അനുസരിച്ച് ഭാര്യയോട് എല്ലാ കാര്യങ്ങളും കൂടിയാലോചിക്കണം. കൂടിയാലോചന എന്ന അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. ആ അധ്യായം അനുസരിച്ച് ഏത് കാര്യം ചെയ്യുന്നുവെങ്കിലും, ഒരു ടൂർ പോകണമെങ്കിൽ ഭാര്യയുടെ അഭിപ്രായം ആരായണം, കുട്ടികളുടെ അഭിപ്രായം ആരായണം, എവിടെ പോകണമെന്ന് അവരുമായി ആലോചന തീരുമാനമെടുക്കണം. നിങ്ങൾക്ക് അധികാരമുണ്ടാകാം ഗൃഹനാഥൻ നിനക്ക്, പക്ഷേ ആ അധികാരമുണ്ടെങ്കിലും നിങ്ങൾ കൂടിയാലോചന നടത്തി തീരുമാനമെടുത്ത് അവരുടെ കൂടെ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ പോകണം. അപ്പോൾ നിങ്ങൾക്ക് സൗഹൃദമുണ്ടാകും, സ്നേഹമുണ്ടാകും. ചെറിയ കൊച്ചുകുട്ടികളാണ്, അവരുടെ അഭിപ്രായം ചോദിക്കണം. അങ്ങനെ അഭിപ്രായം കൊണ്ടാണ് കുടുംബബന്ധം ഉണ്ടാവുക. നിങ്ങൾ എന്ത് തിരക്കിൽപ്പെട്ടാലും, ഞങ്ങൾ രാഷ്ട്രീയക്കാരായാലും ശരി, കച്ചവടക്കാരായാലും ശരി, ഏതരത്തിലായാലും ശരി, മക്കൾക്കുള്ള അവകാശം നാം വിട്ടുകൊടുക്കും. മക്കൾക്കുള്ള ഹക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ. ഭാര്യയോടുള്ള ഹക്ക് നിർവഹിച്ചേ പറ്റൂ, കുടുംബത്തോടുള്ള ഹക്ക് നിർവഹിച്ചേ പറ്റൂ. ഭാര്യയോടും കുടുംബത്തോടും ഇല്ലാത്തൊരു ഹക്ക്, അവരോടൊന്നും സമയമില്ല പെരുമാറാൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പൊതുസമൂഹത്തോട് സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അത് കാപട്യത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ്. സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാത്തവർക്ക് സമൂഹത്തെ സ്നേഹിക്കാൻ കഴിയില്ല, സത്യമാണ്.
സ്വന്തം ഭാര്യയും കുട്ടിയെയും സ്നേഹിക്കാത്തവർക്ക് എങ്ങനെ മറ്റുള്ളവരെ പൊതുസമൂഹത്തെ സ്നേഹിക്കാൻ കഴിയും? ആദ്യം ഒന്നാമതായി നമ്മുടെ ബാപ്പയും ഉമ്മയും സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒന്നാമതായി നിങ്ങൾ സ്നേഹിക്കേണ്ടതും കടപ്പെട്ടതും ആരോടാണ്? പുരുഷന്മാരോട് കുറിച്ച് ചോദിച്ചപ്പോ ഒന്നാമത് ഉമ്മയോട്, രണ്ടാമതും മാതാവിനോട്, മൂന്നാമതും മാതാവിനോട്, നാലാമത് ബാപ്പയോട്. ഒരു സ്ത്രീ ആർക്കാണ് കടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം ഭർത്താവിനോട്. ആ ഭർത്താവിനോടെന്ന് പറയുമ്പോൾ ഭർത്താവിനോട് കടപ്പെട്ട് കഴിയുമ്പോഴും ഞാൻ സുജൂദ് ചെയ്യാൻ ആരോടെങ്കിലും കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറയുന്ന പ്രവാചകൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഭാര്യയോട് ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അവരോട് വളരെ വളരെ സ്നേഹത്തോട് പെരുമാറും. ഒരിക്കൽ അവര് മത്സരവട്ടമുണ്ടായി. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ജയിച്ചു, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ജയിച്ചു. ഒരു ദിവസം മധുരപലഹാരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്ന് ആ മധുരപലഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് കൊടുത്തു. കഴിക്ക ആയിഷ എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീബി എന്തോ ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു. 36 ഒരൊറ്റ തട്ട് കൊടുത്തു. ഈ മധുരപലഹാരം നിലത്ത് വീണ് പാത്രം പൊട്ടി ചെതറി വീണ പലഹാരങ്ങൾ ഒരു പ്ലേറ്റ് എടുത്ത് ഓരോ പലഹാരം പൊടി തുടച്ച് പ്ലേറ്റിൽ വെച്ച് കഴിക്കൂ ആയിഷ എന്ന് പറഞ്ഞ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. നമ്മളാണെങ്കിൽ എന്താ പറയാ? ആഹാ, നിനക്ക് ആ ഒരു ഇത് തന്നിട്ട് നീ തട്ടിത്രിപ്പിലെ, നിന്നെ 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി, അവിടെ നിന്ന് 3 ഒരൊറ്റ ചെല്ലല. അത് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു കാര്യമില്ല, ഞാൻ ചൊല്ലിയിരിക്കുന്നു. ഉടനെ ഫോൺ ചെയ്ത് ഭാര്യയുടെ ബാപ്പക്ക് വിളിച്ചു, നിങ്ങളെ മോളിങ്ങനെ. ആഹാ, നീ അവൾ അങ്ങനെ ഇത് നീ മൊഴിയല്ലേ, ഞാനാണൊരു വാളുകൊണ്ട് 2 കഷ്ണമാക്കുമെന്ന് പറയും. ഇതല്ല ചെയ്യേണ്ടത്. ഇസ്ലാം എന്താ പറയുന്നത്? അവർക്ക് കൊടുക്കേണ്ട പദവി കൊടുക്കണം. ഭാര്യയ്ക്ക് ഉന്നതമായ പദവിയാണ്. ആ സ്നേഹത്തോടു കൂടി ഉണ്ടാവുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം സുദൃഢമാകണമെങ്കിൽ നിങ്ങൾ അവർക്ക് അവബോധം കൊടുക്കണം. അവരുണ്ടാക്കുന്ന ഭക്ഷണം, ഇവിടെ വൃക്കരോഗം ബാധിച്ചിരിക്കുന്നു, വലിയ അളവിൽ വൃക്കരോഗികൾ വരികയാണ്, ക്യാൻസർ രോഗികൾ വരികയാണ്. എന്താ കാര്യം? ഇന്ന് രാവിലെ ആദവനാടുള്ള ഒരു സഹോദരൻ സക്കീർ മാസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ക്യാൻസർ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ആദവനാട് ഭാഗത്ത് വളരെ കൂടുതലാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വിഷയം, നാം കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ജീവിത രീതി, ഇതൊക്കെ ക്യാൻസറിലേക്ക് എത്തുമ്പോൾ ക്യാൻസർ ബാധിച്ചവൻ രക്ഷപ്പെടുമെങ്കിലും മിക്ക കേസുകളും മരണമടഞ്ഞു പോകുമ്പോൾ ആ ഒരു ക്യാൻസർ വന്ന് ചികിത്സിക്കാനല്ല, അത്തരം രോഗം വരാതിരിക്കാൻ എന്ത് നടപടി എന്നാണ് നാം പറഞ്ഞു കൊടുക്കേണ്ടത്. പലഹാരങ്ങളുടെ കൂമ്പാരവുമായി ബാങ്ക് കൊടുക്കട്ടെ, ഞാൻ കാണിച്ചു തരാം എന്ന നിലക്കുള്ള നോമ്പുതറയുടെ പലഹാരങ്ങളും സമൃദ്ധമായ ആഹാരങ്ങളും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ഒക്കെ ക്ഷണിച്ചു വരുത്തുന്നത് മാരകമായ രോഗങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ദിവസങ്ങളും മാസങ്ങളുമായി കഴിയുന്ന പല ഹോട്ടലുകളിലും എണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ വാങ്ങി രോഗം വരുത്തി വെക്കുന്നതിനെ കുറിച്ചൊക്കെ ക്ലാസ് കൊടുക്കണം. കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ക്ലാസ് കൊടുക്കണം. കുട്ടികൾ എങ്ങനെ വളർത്തണം എന്നതിനെ കുറിച്ച് ക്ലാസ് കൊടുക്കണം. എല്ലാം പോകട്ടെ, നമ്മുടെ ജീവിതം തിരക്കേറിയാണല്ലോ. സമയബന്ധിതമായി നാം രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ എങ്ങനെ ചെലവഴിക്കണം, ഏതൊക്കെ സമയം എന്തിനൊക്കെ ചെലവഴിക്കുന്ന ഒരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബിസിനസ്സിന് മാത്രം പോരാ, കുടുംബജീവിതത്തിൽ വേണം. നമ്മൾ ഇന്ന സമയം ഇന്നതിന് വേണ്ടി ചെലവഴിക്കണം എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ഓരോ ജീവിതവും ക്രമം വെച്ചുകൊണ്ട്, ജീവിതത്തിന് ക്രമവും ചിട്ടയും ഉണ്ടാക്കിക്കൊണ്ട്, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഭർത്താവിനോടും തൻ്റെ ഭാര്യയോടും തൻ്റെ മക്കളോടുമുള്ള കടപ്പാട്, ആ സ്നേഹം മറച്ചു വെക്കേണ്ടതില്ല, അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതും ബോധ്യപ്പെടുത്തേണ്ടതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വന്തം ബാപ്പയോടും ഉമ്മയോടും നാളെ നമ്മളും പ്രായമാകുമ്പോൾ നമ്മുടെ ബാപ്പയോട് കാണിക്കുന്നത് ഉമ്മയോട് കാണിക്കുന്നത് തിരിച്ചടിയായി നാളെ നാം പ്രായമാകുമ്പോൾ മക്കളിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന തിരിച്ചറിവെങ്കിലും ഇവരെ ബഹുമാനിക്കാൻ നമ്മൾക്ക് കാരണമായി തീരണം. ഏത് ജാതിയിൽപ്പെടട്ടെ, ഏത് മതത്തിൽപ്പെടട്ടെ, ബസ് യാത്ര ചെയ്യുമ്പോൾ ചെറുപ്പക്കാരിങ്ങനെ ഇരിക്കും, പ്രായമുള്ളവരിങ്ങനെ കിടിച്ചു തൂങ്ങുന്നുണ്ടാകും. ഏത് ജാതിയിൽപ്പെടട്ടെ, നിങ്ങളെക്കാൾ പ്രായമുള്ളവരെ ഉടനെ ഇരുന്ന് സീറ്റ് കൊടുക്കണം, ട്രെയിനിൽ പോകാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ മാറി മാറി ഇരിക്കാനൊക്കെ തയ്യാറായാൽ നമുക്കൊരു കാര്യം ഞാൻ പറയാൻ, ഇസ്ലാമിൽ വിശുദ്ധ ഖുർആൻ അനുമണി തൂക്കം, കടുകുമണികൾ തൂക്കം നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ പ്രായമുള്ള ഒരാൾക്ക് എഴുന്നേറ്റ് കൊടുത്താൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് മാത്രം ഒരു അവസരം, നിങ്ങളെ സഹായിക്കാൻ സർവശക്തനും മറ്റൊരാളെ അതിന് തയ്യാറെടുക്കും, അതിനെ സജ്ജീകരിക്കും, സംശയമില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കളുമായി വേദി പങ്കിടുമ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാൻ അടിവരയാണുള്ളത്. നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതം എപ്പോഴാണ് അവസാനിക്കുന്നത് പറയാൻ കഴിയില്ല.
ഏത് നിമിഷവും അവസാനിച്ചേക്കാം. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ മയ്യത്ത് നമസ്കരിച്ച ഒരു സഹോദരൻ്റെതാണ്. 18-19 വയസ്സ് മാത്രം പ്രായമായ സഹോദരൻ കല്യാണ ആവശ്യത്തിന് വേണ്ടി ഒരുക്കവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കാറ് തിരിക്കുമ്പോൾ ഒരു ബസ് വന്നിടിച്ചു. തൽക്ഷണം മരിച്ചുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂടുന്നതിന് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാം മനസ്സിലാക്കേണ്ട വിഷയം അതാ. ഏത് നിമിഷം മരിച്ചു പോകാം. ഇന്ന് രാവിലെ അദ്ദേഹം കരുതിയില്ല അദ്ദേഹം മരിച്ചു പോകുമെന്ന്. ഇന്നലെ അദ്ദേഹം കരുതിയില്ല. ചെറുപ്പക്കാരനാണ്. നമ്മുടെ മരണം എവിടെ വെച്ചാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എവിടെയും എപ്പോഴും എന്തും സംഭവിക്കാം. മരണത്തെ നേരിടാനോ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ നാം സമ്പാദിച്ച കോടിക്കണക്കിന് രൂപയുമായി നാം പോകില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോടിക്കണക്കിന് നമ്മുടെ വസ്ത്രങ്ങളും പട്ടുവസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളുമായി നാം പോവില്ല. നാം പോകുന്നത് ഈ ജീവിതകാലത്ത് നാം ചെയ്ത നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ നല്ല കാര്യങ്ങളുമായിട്ടാണ് നാം ചെയ്യുക. ഇസ്ലാം മത വിശ്വാസ പ്രമാണം ഖബറിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളെ ചെയ്ത നല്ല കാര്യങ്ങൾ നിങ്ങൾ അലങ്കാരമായി കൂട്ടുകാരനായി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഏത് ജാതിയിൽപ്പെട്ടവനാവട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനാവട്ടെ, ഏത് കക്ഷിയിൽപ്പെട്ടവനാവട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവനാവട്ടെ, ചെയ്യാവുന്ന കാര്യങ്ങൾ നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നിങ്ങൾ സമ്പൂർണ്ണമായി സാർത്ഥകമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അതാണ് നമ്മുടെ ഏറ്റവും ജീവിതത്തിൽ വലിയ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരുത്തിന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അവൻ കഴിക്കുന്ന ഭക്ഷണം, അവൻ ഉടുത്ത വസ്ത്രം, അവൻ ചെയ്ത നല്ല കാര്യങ്ങൾ, ഇതാണ് അവൻ്റെ സമ്പാദ്യം. മറ്റെല്ലാം ഇവന് ഇട്ടേച്ചു പോകുന്നതാണ്. അതിനുശേഷം അവൻ്റെ അവകാശികൾ ഒരുപക്ഷെ പരസ്പരം കലഹിച്ച് നശിപ്പിച്ചു പോയേക്കാം. നാം അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതം സാർത്ഥകമായിരിക്കണം. മരിക്കുന്നത് വരെയുള്ള ജീവിതം മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതാവണം. എപ്പോഴും ദൈവസ്മരണയിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും സജീവമാകുന്ന ജീവിതം. ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല. എല്ലാം ദൈവത്തിന്റെ വിധി അനുസരിച്ച് സംഭവിക്കും. ആ വിധിയെ തട്ടിമാറ്റാൻ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നമുക്ക് അനുകൂലമായി വരുമ്പോൾ നമ്മുടെ ആപത്തുകൾ വിട്ടുമാറും. നല്ല ജീവിതവും മനസ്സമാധാനവും സന്മനസ്സവും നമുക്കുണ്ടായിത്തീരും. അതുവഴി നന്മ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന്, ഈ നാട്ടിന്, ഈ സമുദായത്തിന്, ഈ മനുഷ്യ സമൂഹത്തിന് ആകമാനം നന്മ ചെയ്തുകൊണ്ട് സാർത്ഥകമായ ജീവിതവുമായി മുന്നോട്ട് പോകാൻ ഇത്തരം ഒരുമ എന്ന സംഘടനയുടെ ഒരുമിക്കലും ഈ ഒരുമയും അത് നിമിത്തമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. ഒപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ കുടുംബങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചേർത്ത് ഇവർക്ക് അവബോധം കൊടുക്കണം, ക്ലാസ് കൊടുക്കണം. എന്തൊക്കെ ഭക്ഷണം, എങ്ങനെയൊക്കെയുള്ള ഭക്ഷണം, രോഗം തടയാനുള്ള മാർഗങ്ങൾ, കുടുംബം ശിഥിലമാകുന്നതിന് തടയുന്ന മാർഗങ്ങൾ, അത്തരം ശിഥിലമായ കുടുംബങ്ങളെ ഒന്നിപ്പിക്കാനുള്ള കൗൺസിലിംഗ് ക്യാമ്പുകൾ, ഇത്തരം ക്യാമ്പുകൾ സ്ഥിരം സംവിധാനം എന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് ഒരുമയുടെ സാരഥികളോട് ഞാൻ സാന്ദർഭിക അപേക്ഷിക്കാൻ. എല്ലാ പ്രദേശങ്ങളിലും വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ കഴിഞ്ഞേക്കാം. ശിഥിലമാകുന്ന കുടുംബത്തെ ഒന്നിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ ശിഥിലമാകുന്ന കുടുംബങ്ങളെ ശൈഥില്യമകറ്റി ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വീണ്ടും ഒരു ഒരുമിപ്പിക്കൽ ഈ ഒരുമയിലൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരുമയോട് പോകുന്ന കുടുംബം നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമായി തീരും. അത് സമൂഹത്തിനും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യത്തിലും ഇത്തരം അവബോധം കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേക രോഗങ്ങൾ, അജ്ഞാത രോഗങ്ങൾ, മാരക രോഗങ്ങൾ, മാറാരോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതേക്കുറിച്ചും ഒരു അവയർനെസ് ക്യാമ്പ് സംഘടിപ്പിക്കാൻ ഈ ഒരുമ തയ്യാറാകണം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ ഊഷ്മളമായ, സന്തോഷപ്രദമായ, സ്നേഹസമ്പൂർണമായ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഈ ഒരുമിക്കലിനും എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടി ഓണാശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി പരമകാരുണികനും കരുണാനിധിയുമായ സർവജ്ഞന്റെ നാമത്തിൽ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. തികച്ചും വ്യത്യസ്തമായ ഒരു വേദിയിൽ നിങ്ങൾ സംബോധന ചെയ്യുമ്പോൾ ഒരു കാര്യം സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ബഹുമാനനായ അസ്ലമിന്, AP അസ്ലം മുഹീദ്ദീൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ തീരുമാനവും അതനുസരിച്ചുള്ള പ്രവർത്തനത്തിന് തുടക്കവുമായിരുന്നു ഒരുമയുടെ രൂപീകരണമെന്ന് ഈ വേദിയിൽ സ്മരിക്കാതിരിക്കുക നിവൃത്തിയില്ല എന്ന് ഞാൻ പറയുക. തീർച്ചയായും അസ്ലമിനെ സ്മരിക്കാതെ ഒരുമയുടെ ഒരു പ്രവർത്തനം ആരംഭിക്കുക അസാധ്യമല്ല. ഇത്തരമൊരു കൂട്ടായ്മ നമുക്കറിയാം. പ്രവാസികളായ ആളുകൾ ഏകദേശം 99% വീടുകളിലും പ്രവാസികളായ ആളുകളുള്ള ഒരു പഞ്ചായത്താണ് കൽപ്പകഞ്ചേരി പഞ്ചായത്തുള്ളത്. ഒട്ടേറെ പ്രവാസി സംഘടനകളുള്ള ഗൾഫ് നാടുകളിൽ രൂപപ്പെട്ട ഒന്നാണ് ഒരുമ എന്നത്.